ഹായ് എവരിവൺ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന 12ാമത്തെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സപ്ലൈ ചെയിൻ പ്ലാനിംഗ് ആൻഡ് ഫോളോഡ് ബൈ ഡിമാൻഡ് പ്ലാനിങ്ങിനെ പറ്റിയെല്ലാം നമ്മൾ സംസാരിച്ചല്ലേ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിമാൻഡിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫോർകാസ്റ്റിംഗ് കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ റൈറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എ സിസ്റ്റമാറ്റിക് കമ്പോണന്റ് ആൻഡ് അനദർ വൺ ഈസ് റാൻഡം കമ്പോണന്റ്. അപ്പം സിസ്റ്റമാറ്റിക് കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലെവൽ വരുന്നുണ്ട്, ട്രെൻഡ് വരുന്നുണ്ട്, അതേപോലെ സീസണാലിറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും എന്താണ് ലെവൽ, എന്താണ് ട്രെൻഡ്, എന്താണ് സീസണാലിറ്റി അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് ലെവൽ. ലെവലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് LT ആണ്, ക്യാപിറ്റൽ ലെറ്റർ എല്ലും ആൻഡ് ദെൻ സ്മോൾ ലെറ്റർ ടിയും. അപ്പൊ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജനുവരി ആണെങ്കിൽ നമ്മൾ ഒരു മാസം എടുക്കുന്നത് ലെവൽ ഫോർ ജാനുവരി. അപ്പൊ അത് ജാൻ ആയിരിക്കും ഈ ടിക്ക് പകരമായിട്ട് വരുന്നത്. ടി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ബേസ് ലൈൻ ഡിമാൻഡ്. നമ്മളൊരു ഡാറ്റാ സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ബേസ് ലൈൻ ഡിമാൻഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ലെവൽ. ആൻഡ് അതേപോലെ രണ്ടാമത്തേതാണ് ട്രെൻഡ്. ട്രെൻഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി വെച്ചിട്ടാണ്, അതായത് ക്യാപിറ്റൽ ടി ആൻഡ് ദെൻ നമ്മുടെ ടൈം പീരീഡിന്റെ സ്മോൾ ടി. അപ്പം അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറക്ഷൻ ഓഫ് ഗ്രോത്ത് ഓർ ഡിക്ലൈൻ ഓവർ എ പീരീഡ്. അപ്പം അത് ഒന്നുകിൽ അപ് ട്രെൻഡ് ആവാം അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആവാം. അപ്പൊ ഡയറക്ഷൻ ഓഫ് എ ഗ്രോത്ത് ആണ് നമ്മൾ ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ. അപ്പൊ നമ്മൾ പോപ്പുലേഷൻ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു അപ് ട്രെൻഡ് കാണാൻ പറ്റും. ആൻഡ് മൂന്നാമത്തേതാണ് സീസണാലിറ്റി. സീസണാലിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ST വെച്ചിട്ടാണ്. ആൻഡ് സീസണാലിറ്റി റെഫേഴ്സ് ടു റീഒക്കറിംഗ് ഡിമാൻഡ് പാറ്റേൺസ് ഓൺ ടൈം സൈക്കിൾസ്. അപ്പൊ നമ്മളൊരു നമ്മുടെ ഈ സെയിൽസ് ഡാറ്റ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് എന്ത് പറ്റും, ഒരു ഡിമാൻഡ് സ്പൈക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസത്തിലാണല്ലോ. അപ്പം ആ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ആയിക്കോട്ടെ, കുട ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോട്ട്ബുക്സ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഡിമാൻഡ് കൂടുന്ന കാണാം. ആൻഡ് കുറച്ച് നാളത്തേക്ക് വീണ്ടും നോർമൽ ആയിരിക്കും. ആൻഡ് ദെൻ അടുത്ത അക്കാഡമിക് ഇയർ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇതേ സ്പൈക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ സീസണാലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ ഈസ് ക്രിസ്മസ് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതും ക്രിസ്മസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അതിന്റെ ഒരു ഡിമാൻഡ് കൂടുന്ന കാണാൻ പറ്റും. ഓണം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ സമയത്ത് മുണ്ടിന്റെയും അല്ലെങ്കിൽ ഷർട്ടിന്റെ ഒക്കെ അല്ലെങ്കിൽ അതേപോലെ തന്നെ പച്ചക്കറികളുടെ ഒക്കെ ഒരു ഡിമാൻഡ് പെട്ടെന്ന് നമുക്ക് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദെൻ അതേപോലെ നാലാമത്തെ കമ്പോണന്റ് ആണ് റാൻഡം. അപ്പൊ ഈ ഒരു മൂന്ന് കമ്പോണൻസ് ലെവൽ, ട്രെൻഡ് ആൻഡ് സീസണാലിറ്റി, ഇത് മൂന്നുമാണ് സിസ്റ്റമാറ്റിക് കമ്പോണന്റിൽ വരുന്നത്. ആൻഡ് ദെൻ നാലാമത്തേതാണ് റാൻഡം കമ്പോണന്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് NT. അപ്പം ഈ റാൻഡം കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ നെയിം സേസ് അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഡിമാൻഡ്. അപ്പം ഡിമാൻഡിൽ വരുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ്, അത് എന്തുകൊണ്ട് വന്നെന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഫ്ലഡ്. അപ്പം ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ വരുന്നത് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ അത് ഏത് സമയത്ത് വന്നു, അത് ഇനിയും വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റാൻഡം കമ്പോണന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ മൂന്ന് കമ്പോണൻസ്, ഇതാണ് സിസ്റ്റമാറ്റിക് കമ്പോണൻസ് ഓർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ ഫാക്ടർ ആണ് അല്ലെ. അപ്പം ഈ പറഞ്ഞ മൂന്ന് കമ്പോണൻസിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ്, അഡിറ്റീവ് ഓർ മിക്സ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻസ് ആയിരിക്കും നമുക്ക് നമ്മുടെ ഡാറ്റ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിമാൻഡിൽ കാണാൻ പറ്റുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് വരുമ്പോൾ എന്ത് പറ്റും, ലെവൽ ഉണ്ടാവും, ട്രെൻഡ് ഉണ്ടാവും, സീസണാലിറ്റി ഉണ്ടാവും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൊരു പ്ലോട്ട് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അഡിക്റ്റീവ് ആവുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു സം കാണാൻ പറ്റും. മിക്സ്ഡ് ആവുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് ടേംസ് ആഡ് ചെയ്തിട്ടുണ്ടാവും, ആൻഡ് ഒരെണ്ണം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ദ ടേം ഡിമാൻഡ് ഇറ്റ് സെൽഫ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? ഓക്കെ, സോ ഞാൻ ഈ ഒരു പോർഷൻ കളയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു വർഷത്തെ ഒരു സെയിൽസ് ഡാറ്റ കിട്ടിയെന്ന് ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 12 മന്ത്സിലെ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ഡാറ്റ കിട്ടി. അപ്പൊ നമ്മളാണെങ്കിൽ ഇത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾ ഇതൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ആക്സസ് എന്തായിരിക്കും, വൈ ആക്സസ് എന്തായിരിക്കും? നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി ഫോർ വാട്ട്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലോട്ടുള്ള, അല്ലേ? അപ്പൊ നമ്മൾ എക്സ് ആക്സസ് ടൈം ആയിരിക്കും, വൈ ആക്സസ് ക്വാണ്ടിറ്റി ആയിരിക്കും. കിട്ടിയല്ലോ? ആൻഡ് ദെൻ ഞാൻ പറഞ്ഞു എന്താ, ഫസ്റ്റ് കമ്പോണന്റ് ഈസ് എ ബേസ് ലൈൻ ഡിമാൻഡ് വിച്ച് ഈസ് കോൾഡ് ലെവൽ. ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കാര്യമായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ലെവൽ ടി. ഗെറ്റിംഗ് ഇറ്റ്? അതായത് ഒരു ബേസ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് ട്രെൻഡ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത്, ഡയറക്ഷൻ ഓഫ് ഗ്രോത്ത് ആണ്, അല്ലേ? അപ്പം ഒന്നുകിൽ ഇത് അപ്വേർഡ് ഡയറക്ഷനിൽ വരാം, അല്ലെങ്കിൽ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലും വരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ട്രെൻഡ് ഫോർ ടൈം പീരീഡ് ടി. അടുത്തത് വരുന്നത് എന്താണ്? സീസണാലിറ്റി. അപ്പൊ സീസണാലിറ്റി വരുമ്പോൾ ഏതെങ്കിലും ഒരു സീസണിൽ നമുക്ക് ഭയങ്കര ഒരു സ്പൈക്ക് കാണാൻ പറ്റും, ആൻഡ് ദെൻ അത് നോർമൽ ആയിരിക്കും. പിന്നെ അതേ സീസണിൽ അത് വീണ്ടും നമുക്കൊരു സ്പൈക്ക് കാണാൻ പറ്റും. സോ ഇതാണ് സീസണാലിറ്റി. ഗെറ്റിംഗ് ഇറ്റ്? അടുത്തത് നമ്മൾ പറഞ്ഞത് റാൻഡം കമ്പോണന്റ്. റാൻഡം കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അങ്ങിങ്ങായിട്ട് ചിലപ്പം വരാം, ചിലപ്പം വരാതിരിക്കാം. അതെന്തുകൊണ്ട് വന്നു എന്ന് നമുക്കറിയില്ല. വിച്ച് ഈസ് കോൾഡ് NT, വിച്ച് ഈസ് റാൻഡം കമ്പോണന്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നില്ല. അതേസമയം നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്ലോട്ട് ചെയ്യുന്ന മൊമെന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, അവിടെ ഒരു ബേസ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ ഒരു നമ്മൾ അതിന്റെ എല്ലാത്തിന്റെ ഒരു മീൻ എടുത്തു കഴിഞ്ഞാൽ, എല്ലാത്തിന്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ +10, അല്ലെങ്കിൽ -10, അല്ലെങ്കിൽ +20, അല്ലെങ്കിൽ -20, അങ്ങനെ ഒരു ഇതിലായിരിക്കും പോകുന്നത്. അപ്പം ഈ തിയററ്റിക്കലി നമ്മൾ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചാലും ആക്ച്വലി ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇൻ റിയാലിറ്റി ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അതേപോലെ ട്രെൻഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ഗ്രാഫിൽ വരുമ്പോൾ നേരെ ഒരൊറ്റ ഡയറക്ഷനിലാണ് കാണിച്ചത്, ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഗെറ്റിംഗ് ഇറ്റ്? അപ്പൊ നമ്മളൊരു ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ലെവൽ എത്രയാണ്, ആൻഡ് അതേപോലെ അതിൽ ട്രെൻഡ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ആൻഡ് ദെൻ അതിൽ നമുക്ക് സീസണാലിറ്റി ഉണ്ടോ. സീസണാലിറ്റി നമ്മൾ എങ്ങനെ അറിയുന്നത്? ആ ഡേറ്റയെ ഫുൾ ആയിട്ട് നോക്കി കഴിയുമ്പോൾ 2 വർഷത്തെ ഡേറ്റ നമ്മുടെ ഉണ്ടെങ്കിൽ 2 മാസം നോക്കുമ്പോൾ 2 വർഷത്തെ ഡേറ്റയിലും ജൂൺ മാസത്തിൽ മാത്രം നമുക്കൊരു സ്പൈക്ക് കാണാം, അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ മാത്രം നമുക്കൊരു സ്പൈക്ക് കാണാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ കുറച്ചുകൂടി ഒരു ബാക്കിലോട്ട് പോയി മറ്റു വർഷങ്ങളുടെ ഡേറ്റയോട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ്, there is a seasonality. And then sometimes there will be a random component. ചിലപ്പം ഏതെങ്കിലും കസ്റ്റമറിന്റെ സൈഡിൽ നിന്നുള്ള ബിഗ് ഓർഡേഴ്സ് ആവാം, എന്തെങ്കിലും ഒരു വൺ ടൈം ഇവന്റ് കാരണം നമുക്ക് ഒറ്റയടിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം IPL മറ്റോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനറൽ വാട്ടർ ബോട്ടിലിന്റെ ആയിരിക്കാം, ആ ഡിമാൻഡ് വളരെ പെട്ടെന്ന് കൂടും. പക്ഷെ അതൊക്കെ ഒരു വൺ ടൈം ഇവന്റ്സ് ആണ്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് റാൻഡം കമ്പോണന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്സ്, അതായത് ഡിമാൻഡിന്റെ അകത്ത് വരുന്ന കമ്പോണന്റ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബേസ്ഡ് ഓൺ ദീസ് കമ്പോണന്റ്സ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദീസ് സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം കമ്പോണന്റ്, നമുക്കൊരു സെറ്റ് ഓഫ് ഡിമാൻഡ് പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ആ ഡിമാൻഡ് പാറ്റേൺസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഡിമാൻഡ് പാറ്റേൺസ് പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫോർകാസ്റ്റിംഗ് മോഡൽസിലോട്ട് പോകുന്നതും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.